ഹലോ. അപ്പോൾ കുറച്ചധികം ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറൊന്നും കൊണ്ടല്ല. കുറച്ച് ഓരോ പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പതിയെ റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടെറാൻഡുലയാട്ടോ ഇത് കാണുന്നത്. കുറച്ചധികം പേര് ഇവനെ ചോദിച്ചായിരുന്നു. ആൾ കുറച്ച് സൈസൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കയ്യിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് ട്ടോ പതിയെ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമുക്കൊരു ക്ലീനിങ് ഡേ ആട്ടെ നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ അരോണക്കുട്ടൻ്റെ ടാങ്കാണ്. അപ്പോൾ ഇവൻ ഇന്ന് മൊത്തത്തിൽ ഒരു വാട്ടർ ചേഞ്ചാണ്. ഒരു 90% വെള്ളം ഇവന് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഇവൻ്റെ ടാങ്കിൽ മൊത്തം ആൽഗയൊക്കെ അടിച്ച് വെള്ളം ചെറുതായിട്ട് അഴുക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവന് വേണ്ടിയുള്ള വെള്ളം എൻ്റെ തൊട്ടടുത്ത ടാങ്കിൽ തന്നെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഇത് നമ്മൾ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിമെന്റ് ടാങ്കാണ്. ഇതിൽ അത്യാവശ്യം മിക്സഡ് കപ്പികളും റെഡ് പ്ലാറ്റും ഒക്കെയാണ് ഉള്ളത്. റെഡ് പ്ലാറ്റ് ഒക്കെ വേണ്ടവർ അത്യാവശ്യം കോൺടാക്ട് ചെയ്തിട്ടോ. കൊറിയർ അയക്കാൻ പറയരുത്. കാരണം അതിന് മാത്രമുള്ള റേറ്റ് ഒന്നും നമ്മൾ റെഡ് പ്ലാറ്റിക്ക് ഒരു പെയറിന് മേടിക്കുന്നില്ല. ഇത് ഇതിൽ കടന്ന് വലുതായ ഒരു മിക്സഡ് കപ്പി കേട്ടോ. ഏതൊക്കെ കപ്പിയാന്ന് ചോദിച്ചാൽ കൃത്യം അറിയില്ല കേട്ടോ. ഒരു സമയത്ത് നമ്മൾ ഫാമിംഗ് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എല്ലാത്തിനും എടുത്ത് ഒരു ടാങ്കിൽ ഇട്ടതാണ്. അങ്ങനെ അതിൽ നിന്ന് ബ്രീഡായപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റൂമിൽ ഡിസ്കസ് ടാങ്ക്. ഇത് ഇന്ന് വാട്ടർ ചേഞ്ച് ആട്ടോ ഇവർക്കും. കാരണം മൊത്തത്തിൽ ആൽഗെ പിടിച്ച് അലമ്പായിട്ടുണ്ട്. വേസ്റ്റ് അങ്ങനെ വരാറില്ല. കാരണം വേസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ച് വലിച്ചു കൊടുക്കാറുണ്ട്. ഈ ആൽഗയാണ് മെയിൻ പ്രശ്നം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മുടെ പുതിയ വാങ്ങിയ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടും വെച്ച് പരിപാടി തുടങ്ങിയിട്ട്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം മറ്റൊരു വീഡിയോയിൽ. പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ ഡ്രസ്സിൽ വെച്ചിരിക്കുന്ന നമ്മുടെ പോളാർ വൈറ്റ് ആണ്. ഇവന്മാർ രണ്ടാമത്തെ ബാച്ച് ഹഗ് ചെയ്തിട്ടോ. ഫസ്റ്റ് ബാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പുള്ളി വന്ന് മൊത്തത്തിൽ മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. 1 ഇഞ്ച് സൈസ് ആയപ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ ഈ ബാച്ച് നമുക്ക് എന്തായാലും വലുതാക്കി എടുക്കണം. അത് കഴിഞ്ഞ് നേരെ തുണി കൊണ്ടുവന്ന് നമ്മൾ ആൽഗയൊക്കെ പതിയെ തുടച്ച് നീക്കി ഏകദേശം വെള്ളം ഇതുപോലെ കലക്കിയിടും. ഇന്ന് ഡിസ്കസിനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കാരണം ഇവർ ചെറുപ്പം മുതൽ ഇത് ശീലിച്ചതാണ്. കോയിൻ സൈസ് കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് ഈ വെള്ളം മൊത്തത്തിൽ ഒരു 50% മാറ്റിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കും. കുറച്ച് നേരത്തേക്കും ഇതുപോലെ മങ്ങി കിടക്കട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പതിയെ റെഡിയാവും. ഈ ഡിസ്കസിനെ പറ്റിയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണോ, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒരുപാടല്ല, 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇവന്മാർക്കുള്ള ഫീഡൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നേരെ പോയി നമ്മുടെ പാറൂട്ടിൻ്റെ അടുത്തേക്ക് കേട്ടോ. പാറൂട്ട് സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ്. ഇതാണ് തനു, ഓളെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. അങ്ങനെ നമ്മൾ തനുവിന് ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പാറുവിൻ്റെ കുറച്ച് കത്തിയടികളൊക്കെ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.